ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് സദൃശവാക്യം Let us turn towards Proverb 19-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. 19:21. യഹോവഭക്തി ജീവഹേതുവാകുന്നു, അതുള്ളവൻ തൃപ്തനായി അനർത്ഥം അവന് നേരിടുകയില്ല. ഇവിടെ 3 കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. Here we can see 3 things. യഹോവ ഭക്തി, The fear of the Lord. രണ്ടാമതായിട്ട് യഹോവ ഭക്തി ജീവഹേതുവാകുന്നതാണ്. It towards life. ജീവൻ നമുക്കുണ്ടാവുകയാണ്. It gives us life. ഫിയർ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തി നമുക്ക് ജീവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. The fear of the God gives us life. ദൈവത്തിൻ്റെ ആ ഭയം ജ്ഞാനം ഉണ്ടാക്കുന്നൊരു വാക്യമുണ്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. There is another verse says, the fear of the Lord is the beginning of the knowledge. ദൈവഭയം ദോഷങ്ങളെ നീക്കിക്കളയും നമ്മൾ കാണുന്നുണ്ട്. The fear of the Lord put away the evil things. ദൈവഭയം നമുക്ക് ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ്. The fear of the Lord is very much necessary for us. യഹോവ ഭക്തിയെക്കുറിച്ച് സദൃശവാക്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. The many places in the Proverbs we can see about the fear of the Lord. അതുള്ളവൻ തൃപ്തനായി വസിക്കുമെന്നാണ്. The person who has it will live രണ്ടാമത് satisfactorily. അവനൊരു തൃപ്തികരമായ ജീവിതം. There is a life with abundance and satisfaction. നമ്മുടെ ജീവിതത്തിൽ അതല്ലേ നമുക്ക് ആവശ്യം. Is that what we need in our life? മനുഷ്യന് തൃപ്തിയായിട്ട് ജീവിക്കുക. The man wants to live satisfactorily. മൂന്നാമതായിട്ട് നമ്മൾ കാണുമ്പോൾ The third we can see, ദോഷം അവനെ പിന്തുടരുന്നില്ല. the evil will not come behind him. അല്ലെങ്കിൽ അവനെ പിന്തുടർന്നാലും അത് അവന് ഭവിക്കുന്നില്ല. Even though it follows him, it will not occur to him. ഇതെല്ലാവർക്കും താല്പര്യമൊരു വിഷയമാണ് അല്ലേ. These are all very important things for us. നമ്മളിപ്പോൾ ജീവൻ ഉണ്ടാകാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. How many things we are doing for life. എത്ര രൂപ മുടക്കി നല്ല ടോണിക്കും ഫുഡുകളും ഒക്കെ കഴിച്ച് മനുഷ്യൻ ജീവൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. The man is trying to create life by making good food. എന്നാൽ But കുറെ കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് മറ്റു രോഗങ്ങൾ ഉണ്ടാകുകയാണ്. because of the side effect of the food, they are getting into other diseases. അതിന് പരിഹാരം മെഡിസിനിലേക്ക് പോകും. The solution of that is towards the medicine. അത് വീണ്ടും ദോഷമായി തീരുകയാണ്. Again, that medicine gives some side effects. എന്നാൽ ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് As a solution for all these things, നമുക്ക് ദൈവത്തിന്റെ വചനത്തെ കാണുന്നത്. we can see the word of the God. ഈ 3 കാര്യങ്ങൾ നമുക്കൊന്ന് പിന്തുടർന്ന് നോക്കാം. We can follow these 3 things. ഒന്ന് ദൈവഭയം. The first one is the fear of the God. ദൈവഭയം നമുക്കുണ്ടാകട്ടെ. We need the fear of the Lord. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ജീവൻ ഉണ്ടാകുന്നു, ജ്ഞാനം ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. From that fear of the Lord, we have the life and wisdom. ഞാൻ ഈ വിഷയം വാക്യം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോഴേ When these words came into my mind, ഫിൻലാൻഡ് രാജ്യത്തെക്കുറിച്ച് ഒരു ഓർമ്മ എനിക്ക് വരികയുണ്ടായി. I got the remembrance about the country ചില Finland. വർഷങ്ങൾക്ക് മുൻപ് Many years ago, ഫിൻലാൻഡുകാരനായ ഒരു സഹോദരനെ ഒരു സഹോദരിയും പരിചയപ്പെടാനിടയായി. I got familiar with a brother and sister from Finland. അവർ ലൂഥറൻ സഭയോട് അതിനുശേഷം ഒരു സുവിശേഷ പ്രവർത്തകരായ ഒരു പാർട്ടികളായിരുന്നു. They are from Lutheran church and they became the gospel preachers. ഞാൻ അവരെ afterwards. കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. After I see them, I got very happy. വളരെ സിംപ്ലിസിറ്റി, വളരെ സിമ്പിളായ മനുഷ്യർ. They are very simple. ഇടപെടലെല്ലാം നോക്കി എനിക്ക് വലിയ ആശ്ചര്യം തോന്നി. Their dealings are very good. എനിക്ക് പോലും അത്രത്തോളം ഒരു സിംപ്ലിസിറ്റി എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. I didn't have that much simplicity. അപ്പോൾ ഞാൻ അവരുടെ ചരിത്രങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കാനിടയായി. Then I was inquiring about their history. അപ്പോൾ ഫിൻലാൻഡ് എന്ന് നമുക്കറിയാം മധ്യ യൂറോപ്പിലെ ഒരു രാജ്യമാണ്. The Finland is from the Europe. ഇന്നത് നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ്. Now this country is included in the NATO. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയുടെ 1/6 ഏകദേശം 50 ലക്ഷം ജനങ്ങളെ അവിടെ ഉള്ളൂ. Only 1/4 of the 6 of the Kerala population is there. കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ആരംഭകാലങ്ങളിൽ In the initial stages of this country, സമി എന്ന് പറയുന്ന ഒരു വർഗം, there was a tribe called Sami. അല്ലെങ്കിൽ ലാപ്പി, ഈ വർഗമായ അല്ലെങ്കിൽ ഗോത്രമായിരുന്നു ഉണ്ടായിരുന്നത്. This tribe was there in Finland. പിന്നീട് സ്വീഡിഷുകാരും After that, Swedish, റഷ്യൻകാരും അതിനെ വളരെ ഭരിച്ചിരുന്നൊരു കാലം the ഉണ്ടായിരുന്നു. Russians ruled them. ആ കാലങ്ങളിൽ In those days, സ്വീഡിഷുകാർ അവരുടെ മതമായ റോമൻ കാത്തലിക്സം അവിടെ വ്യാപിപ്പിക്കുകയുണ്ടായി. and the Swedish people has spreaded their religion, Catholicism. അതോടുകൂടെ റഷ്യൻ ഓർത്തഡോക്സും റഷ്യക്കാരുടെ പിന്തുണയോടെ റഷ്യൻ ഓർത്തഡോക്സോട് വരാനിടയായി. The Russians spread the Orthodox there. എന്നാൽ ആ രാജ്യത്തിന്റെ ഒരു ഭാഗ്യം വന്നത് The blessing of the country 16-ാം നൂറ്റാണ്ടിൽ in the 16th century.
16-ാം നൂറ്റാണ്ടിൽ the 16th century, ലൂതറൻ മിഷനില് the Lutheran mission, അവിടെ ആരംഭിക്കുകയുണ്ടായി. they started there. അങ്ങനെ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക വൈദികൻ, A priest from Catholic called Martin Luther, അത് ഒരു ഫിലോസഫർ കൂടിയായിരുന്നു. he was a philosopher too. എന്നാൽ താൻ ബൈബിൾ കൃത്യമായിട്ട് വായിക്കുന്നവനായിരുന്നു. He used to read Bible very accurately. ഈ ഫിലോസഫി പഠിപ്പിക്കുന്ന വൈദികനെ This priest who studied this ഒരു philosophy, സന്യാസി അച്ഛൻ പരിചയപ്പെടാനും he got familiar with a monk ഒരു priest. ബൈബിൾ തനിക്ക് പ്രസന്റ് ചെയ്യാനിടയായി. He has given him a Bible. മാർട്ടിൻ ലൂതർ ഈ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ Now Martin Luther started reading this Bible. ആ കാലങ്ങളിൽ ഈ കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളിൽ കയറി വന്നതായ പേഗൻ സംസ്കാരങ്ങൾ Those days, many pagan cultures came to the Catholic and Orthodox churches. വചനവിരുദ്ധമായ പല കാര്യങ്ങളും ലൂതർ മനസ്സിലാക്കിയെടുക്കാനിടയായി. He understood many things which is away from the word of God. ലൂതറിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. And in the Luther, there was the Holy Spirit started അങ്ങനെ working. അദ്ദേഹം ബൈബിളിൽ നിന്ന് He from the word of God, 99 കാര്യങ്ങൾ 99 things. ബൈബിളിന് വിരുദ്ധമാണ് ഈ സഭകളിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും He told that there are 99 things which is out of from the word of God. which is working in the church. എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് By understanding this, താൻ അതെല്ലാം ഒരു ഇതിൽ എഴുതിക്കൊണ്ട് വിറ്റൻബർഗ്, ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ട് പതിപ്പിച്ചു. he written all those things and put it in front of the church of the Petersburg. ഒരുപാട് എതിർപ്പുകളും പ്രശ്നങ്ങളും എല്ലാം വന്നെങ്കിലും Lot of opposition were there. ദൈവം ലൂതറിനെ അവിടെ കാക്കുകയുണ്ടായി. The God has kept. അങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ അല്ലെങ്കിൽ നവീകരണ സഭകൾ ഉണ്ടാകാൻ ആരംഭിച്ചത്. That's how this Protestant church came in. ഈ 16-ാം നൂറ്റാണ്ടിലുണ്ടായ നവീകരണം This revolution in the 16th യൂറോപ്പിൽ century, ശക്തമായിട്ട് വ്യാപിക്കാൻ തുടങ്ങി. it started spreading in the Europe. അപ്പോൾ ഈ 95% കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടിരുന്ന ഈ ഫിൻലാൻഡ് The peoples who are 95% from this Orthodox and Catholic, ലൂതറിന്റെ സുവിശേഷത്തിലും യേശുക്രിസ്തുവിലും ആകർഷകരായി. and they got attracted with the gospel of the Luther, അവർ ആ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനിടയായി. and they started accepting Jesus. ഈ ഫിൻലാൻഡുകാരുടെ വായിൽ കഴിഞ്ഞ തലമുറയിൽ In the mouth of the Finland, in the last അവർ generation, സംസാരിക്കുന്നതിനിടയിൽ മിക്കവാറും ഓ ജീസസ് എന്നിങ്ങനെ അവർ പറയാനിടയുണ്ട്. when they used to speak, they used to say, "Oh Jesus." ലൂതറൻ മൂലമായിട്ട് യേശുക്രിസ്തുവിനെ വ്യക്തമായിട്ട് അവർക്ക് പിടികിട്ടി. They could understand Jesus through Martin Luther. ആ യേശുക്രിസ്തുവിൽ നിന്ന് അവർ ഏറ്റവും പ്രാപിച്ചൊരു വിഷയം From the Jesus Christ, they found ക്രിസ്തുവിന്റെ താഴ്മയും സിംപ്ലിസിറ്റി, താഴ്മയാണ്. the humility of the Christ. നമുക്കറിയാം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ In 2 Corinthians 11th 1-ാം chapter, വാക്യത്തിന്റെ അവസാനത്തിൽ പൗലോസ് പറയുന്നു, in one last verse, there says, ക്രിസ്തീയ ഗോളങ്ങളെ ചതിക്കുന്ന ഒരു ശക്തിയാണ് സിംപ്ലിസിറ്റിയിൽ നിന്ന് അവരെ വെളിയിലാക്കുക. there is a spirit which put away from the simplicity. This is a spirit away from the simplicity, away from simplicity. അല്ലെങ്കിൽ corrupted from the, അല്ലേ വായിച്ച് 11-ന്റെ അവസാനം 1-ാം വാക്യം, ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ആ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആ. എന്നാൽ സർവ്വവും ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നോക്കണം, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും ഇംഗ്ലീഷ് വായിച്ച് നിർമ്മലതയും വിട്ട്, ഫ്രം ദി സിംപ്ലിസിറ്റി ഓഫ് ക്രൈസ്റ്റ്. അത് വായിച്ച്, Lest by any means as a serpent beguiled Eve through his subtlety, so your mind should be corrupted from the യുവർ simplicity മൈൻഡ് ഷുഡ് ബി കറപ്റ്റഡ് ഫ്രം ദി സിംപ്ലിസിറ്റി ഓഫ് ക്രൈസ്റ്റ്. that is in the Christ. അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ പിശാചുണ്ടാക്കുന്ന ഒരു ചതിവ്. This is the deceive of the നമ്മളെ Satan, ആ സിംപ്ലിസിറ്റിയിൽ നിന്ന് അവനെ വ്യതിചലിപ്പിച്ചു കളയുക. the corrupting them from the simplicity. സിംപ്ലിസിറ്റിയിൽ നിന്ന് നാം വ്യതിചലിച്ചു കഴിഞ്ഞാൽ When we go away from the അതാണ് simplicity, എളിമത്തം. that is simplicity. പണ്ടൊരിക്കല് In old times, നമ്മുടെ മാർത്തോമാ സഭയിലെ ഒരു മെത്രാപ്പോലിത്ത യൂഹാനോൻ മെത്രാപ്പോലിത്ത, Johann, there is a metropolitan from the Marthoma Church, അദ്ദേഹത്തിന് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് one political leader, ഇങ്ങനെ പട്ടംതാണ് വിളയാന്ന് തോന്നുന്നു, ഒരു ദിവസം താൻ ഒരു വേദിയിൽ വെച്ച് in one of the stage, അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളൊരു ബിഷപ്പല്ലേ, he asked, "Are you a bishop? നിങ്ങൾക്ക് ഇത്രയും ഈ താഴ്മ അല്ലെങ്കിൽ ഒരു സിംപ്ലിസിറ്റി എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചു. How you got this much humbleness or the simplicity?" അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെന്റെ മാസ്റ്ററിൽ നിന്നാണ്, എന്റെ യേശു ക്രിസ്തുവിൽ നിന്നാണ്. It's from my master Jesus അപ്പൊ Christ. ഏത് ജാതി മതത്തിൽപ്പെട്ടവരാണെങ്കിലും Whoever they belongs to any religion or caste, ആ സിംപ്ലിസിറ്റിയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിവാജ്യ ഘടകം. the simplicity is the foundation of the life. അപ്പൊ ആദിമ സഭയെ In the early church, ആ സിംപ്ലിസിറ്റിയിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. the Satan has tried
try to corrupt them from that simplicity. അത് ആദ്യ സഭയും തന്നെയല്ല, ഈ കാലത്തും പിശാച് തന്നെയാണ് ചെയ്യുന്നത്. Not only in the beginning church, now also Satan is trying the എന്നാൽ ഈ same. ഫിൻലൻഡുകാരെ സംബന്ധിച്ചിടത്തോളം In Finland, അവര് ലൂഥറൻ മൂലമായിട്ട് ലഭിച്ചിരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് നല്ല വെളിപ്പെടുത്തലുള്ള മനുഷ്യരായി they got the good revelation about Jesus Christ got from the Martin Luther King. യേശു ക്രിസ്തുവിന്റെ ലാളിത്യം അവര് വളരെ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ടിരുന്ന മനുഷ്യരാണ്. They practiced the simplicity of Jesus Christ in their life. ഈ കഴിഞ്ഞ 6 വർഷമായിട്ട് For the last 6 years, ഐക്യരാഷ്ട്ര സംഘടനയുടെ പഠിത്തം അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം after they understood about the United Nations, ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള രാജ്യങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ when they choose the happiest countries in the world, അതിൽ ഈ 6 വർഷവും ഫിൻലാൻഡാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. for the last 6 years, Finland was just number അതിനോട് 1. ചേർന്ന് നോർവേയും സ്വീഡനും അങ്ങനെയുള്ള ഡെൻമാർക്ക്, കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെ വരാനിടയായി. Some other European countries also came in the list like Norway, Sweden and so on. ഏഷ്യയിലെ In Asia, ഇസ്രായേലാണ് 9ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. Israel comes in the 9th place. എന്നാൽ സന്തോഷമില്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എത്രാമത് സ്ഥാനം എന്നറിയാമോ? In the countries where there is no happiness, how much India got the list? 136ാമത്. 136. 158 രാജ്യങ്ങളെ സെലക്ട് ചെയ്തപ്പോൾ When they choose 158 countries, നല്ല ശതമാനം ആളുകൾ സന്തോഷമില്ലാത്ത രാജ്യങ്ങൾ 136ാമത്തെ സ്റ്റേജിലാണ് ഇന്ത്യ നിൽക്കുന്നത്. and India is in 136th place where the peoples are not എന്നാൽ ഈ happy. 6 വർഷം ഫിൻലാൻഡാണ് അതിന്റെ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. But the 6 years, Finland came in the first number 1. ഏറ്റവും ലാസ്റ്റ് The last country, അഫ്ഗാനിസ്ഥാൻ, ലിബിയ, ആഫ്രിക്കൻ ചില രാജ്യങ്ങൾ, some African countries, Afghanistan and Libya. അവിടെയാണ് ഏറ്റവും പരിതാപകരമായി മനുഷ്യൻ ദുഃഖം അനുഭവിക്കുക അല്ലെങ്കിൽ വേദന അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. The peoples are in pain and pathetic condition in those countries. അപ്പൊ ഇത് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കെടുപ്പിൽ This is the calculation of the United എന്തുകൊണ്ടാണ് Nations. ഫിൻലാൻഡുകാർക്ക് ഇത്രയും സന്തോഷം നഷ്ടപ്പെടാൻ അവർ സൂക്ഷിക്കുന്നത്? How these Finland peoples are so happy. ഞാൻ പറഞ്ഞില്ല, ഒന്ന്, അവർ ക്രിസ്തുവിന്റെ സുവിശേഷം നന്നായി ഏറ്റുകൊണ്ടു. They have accepted the gospel of the ക്രിസ്തു Christ. ആരാണെന്ന് അവർ മനസ്സിലാക്കി. They understood who Christ is. ഇന്നിപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ When now on when we see, 81% പേരും ഈ ലൂതറൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സമൂഹങ്ങളായിട്ട് കാണപ്പെടുന്നു. 81% of the people belongs to the Lutheran Gospel Church. 16% 16% of the people, നിഷ്പക്ഷവാദികളായിട്ട് പോവുകയാണ്. they are ordinary peoples. അതിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പെർസെൻറ്റേജിൽ യഹൂദനും പ്രൊട്ടസ്റ്റന്റ് ഓർത്തഡോക്സും കാത്തലിക്സും മുസ്ലിംസും കാണപ്പെടുന്നു. Very few peoples we can see Jews, Muslims, Orthodox and Catholics. എല്ലാ രാജ്യങ്ങളിലും രാജ്യത്തിന്റെ അതിർത്തി കുറയുമ്പോൾ In every countries when the border is down, ഫിൻലാൻഡിന്റെ അതിർത്തി ഓരോ വർഷം ചെല്ലുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. every year their border started increasing അവിടെ മഞ്ഞുരുകി because of that snow. സ്ഥലം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. There are a lot of lands are coming അപ്പോൾ out. അവരുടെ സന്തോഷത്തിന്റെ വലിയ വിഷയം സിംപ്ലിസിറ്റിയാണ്. Because of simplicity they are happy. അവിടെ സന്ദർശിക്കുന്ന ചിലരുമായിട്ട് ഞാനിങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. I have dealt with many peoples there. അവിടെ മനുഷ്യരെല്ലാം വലിയ മുതലാളിമാരാകാൻ ആർക്കും ഇഷ്ടമില്ല. The peoples there, they don't want to become good, very rich. അന്യായമായ കാശുണ്ടാക്കി വലിയ മുതലാളിമാരാകണമെന്നുള്ള ആഗ്രഹം ഫിൻലൻഡുകാർക്കില്ല. They don't want to become the big masters or rich peoples. എന്നാൽ ദരിദ്രരും വളരെ കുറവാണ്. But there are poor people also very less. ദാവീദ് പറയുന്നുണ്ടല്ലോ, ഞാൻ ദരിദ്രനായി തീർന്നിട്ട് നിന്നെ തള്ളിക്കളയാനും Like David says that I become poor and less I വലിയ go away from you, സമ്പന്നനായിട്ട് നിന്നെ ഉപേക്ഷിക്കാനും ഇടയാകരുത്. and I become rich and forsake you. അപ്പൊ ആ ഒരു ബാലൻസ് അവര് കീപ്പപ്പ് ചെയ്യുന്ന ഈ സുവിശേഷത്തിന്റെ വെളിച്ചത്തിലായിരുന്നു. They keep their balance upon the light of this gospel. ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഫിൻലാൻഡാണ്. The corruption is very less in Finland. സാഹോദര്യത്വം, മറ്റുള്ളവരെ ബഹുമാനിപ്പാനും ഐക്യതയെ സൂക്ഷിക്കാനും അവർ വളരെ താല്പര്യപ്പെടുന്നു. The brotherhood and unity is very much in Finland. പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നു. പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ തന്നെ പരിഹരിക്കാൻ അവർ മിടുക്കന്മാരാണ്. They are very careful about not bringing the problems. If there is a problem, they അവിടുത്തെ solve it. രാജ്യ തലവന്മാർ The leaders, തങ്ങളുടെ പ്രജകളുടെ ക്ഷേമത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. they give importance to the welfare of their citizens. നമ്മുടെ ചില സ്റ്റേറ്റുകൾ കാണിക്കുന്ന പോലെ മനുഷ്യനെ കൊള്ളയിട്ട് തങ്ങളുടെ കേസ് വീർപ്പിക്കുന്ന പരിപാടി അവിടെ ഇല്ല. It is not by using the people's money they are putting themselves rich. അവിടെ ഒരു ശിശു ജനിക്കുമ്പോൾ തൊട്ട് ഗവൺമെന്റ് അവർക്ക് വേണ്ടി കരുതൽ കൊടുക്കും. When a child born, they used to take care of the child. ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ I understood when a child is വലിയൊരു born, ബോക്സ് പ്രസന്റേഷൻ ആയിട്ട് ഗവൺമെന്റിന്റെ പ്രതിനിധി അവിടെ വരും. the representative from the government will come with a big presentation. അതിനുശേഷം ഈ കുട്ടി വളർന്ന് 10ാം ക്ലാസ് പാസ്സാകുന്നവരെ When this child grown and passed the 10th standard, ഇതിന്റെ ഹെൽത്തും വെൽത്തും എഡ്യൂക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ഗവൺമെന്റ് ആണ്. the health and education will be taken care by the government. 10ാം ക്ലാസ് വരെ ഇവിടെ പരീക്ഷയില്ല. From 10th standard there were no നമ്മളിവിടെ examinations. കാലഘട്ടപ്പെട്ട കുറെ ചരിത്രങ്ങളും സയൻസും പഠിപ്പിക്കുന്നതല്ല ഇവിടുത്തെ വിഷയം. Here we study many history which is outdated. മനുഷ്യരെ സാമൂഹ്യ ബോധമുള്ളവരാക്കി തീർക്കുക. They become the people sociable. നീതിയും ന്യായവും പഠിപ്പിക്കുകയാണ്. They teach them righteousness and സമൂഹത്തോട് justice. എങ്ങനെ പെരുമാറണം, How we deal with the society. ഓരോ വർഷം അവരെ പഠിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. And every year they teach them.
അങ്ങനെയാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ. That is how their education is there. അവിടുത്തെ ജീവിത രീതികൾ, Their lifestyle is there. ഏറ്റവും വലിയ സമ്പന്നന്മാർ പോലും Even the rich peoples, 10-12 വർഷമായ പഴയ കാറിലാണ് നടക്കുന്നത്. they used to go with the old cars കാരണം അവർ അതിനുവേണ്ടി പൈസ ചെലവാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. because they don't want to spend money for the cars. തങ്ങളുടെ ആഡംബരങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നില്ല. They don't want in the luxurious life. അവരുടെ ആ സിംപ്ലിസിറ്റി അതാണ് ഏറ്റവും വലിയ കാര്യം. The simplicity is the important thing for them. നമ്മൾ വേദോസം വായിക്കുമ്പോൾ അതല്ലേ കാണുന്നത്. When we look at the word of the God, we can അപ്പോൾ see ഈ this. തുടർച്ചയായ വർഷങ്ങളിലും ആ രാജ്യത്തിന്റെ സന്തോഷം നഷ്ടപ്പെടാത്തതിന്റെ കാരണം അവർ യേശുക്രിസ്തുവിൽ നിന്ന് മനസ്സിലാക്കിയ ഈ സിംപ്ലിസിറ്റിയെ സൂക്ഷിക്കുന്നു. All these years they didn't lose the happiness because they preserved the simplicity from the Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ ലാളിത്യത്തെ കുറിച്ച് ഗാന്ധിജി പോലും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. The Gandhiji himself wrote a book about the simplicity of Jesus. മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ In the book Message of Christ, he written, യേശുവിന്റെ ലാളിത്യമാണ് തന്നെ ആകർഷിച്ചതെന്നാണ് പറയുന്നത്. he told the simplicity of the Christ has attracted him. ഞാൻ ഒരിക്കലും ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഒരു കോൺഫറൻസിൽ പോകുന്ന സമയത്ത് When went to a conference in Buckingham ഈ Palace, തോർത്തും രണ്ടാമുണ്ടും ഇട്ടുകൊണ്ട് പോകുന്ന സമയത്തിൽ they put some towel in the body, അവിടുത്തെ ഉള്ളതായ വാച്ച്മാൻമാർ തടഞ്ഞു. and the watchman had actually, they അവർ didn't allow them. നോക്കിയപ്പോൾ ഇവനെ ഒരു പിച്ചക്കാരനെ പോലാണ് കണ്ടത്, ഗാന്ധിജിയെ. This watchman thought he is a poor and beggar. അവരങ്ങോട്ട് കയറ്റി വിട്ടില്ല. They didn't allow him to come inside. ഗാന്ധിജി എലിസബത്ത് രാജ്ഞിക്ക് ഒരു കത്ത് കൊടുത്തയച്ചു. And Gandhiji has written a letter to Elizabeth. ഗാന്ധിജിയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ രാജ്ഞി When she understood he is Gandhiji, ഗാന്ധിജിയെ ഉടനെ കൊണ്ടുവരാൻ പറഞ്ഞു. and she ordered to bring him very soon. സൂട്ടും കോട്ടും ഹാറ്റും എല്ലാം ധരിച്ച വലിയ പ്രമുഖരുടെ നേരെ മധ്യത്തിന് ഒന്നാം നിര കൊണ്ടിരുത്തുകയും ചെയ്തു. And he came in between all the peoples wearing coat and suit and put the first row. ഗാന്ധിജി തന്റെ ഊഴം സംസാരിക്കുന്ന സമയത്തിൽ When Gandhiji was talking, താനൊരു ബൈബിൾ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, he raised the Bible and showed, ഈ ബൈബിളാണ് എന്നെ ഈ സിംപ്ലിസിറ്റിയിലാക്കിയെന്ന് പറഞ്ഞു. this Bible has taught me the simplicity. നമ്മുടെ ആ സിംപ്ലിസിറ്റിയാണ് ക്രിസ്തുവിന്റെ മെസ്സേജ്. അതാണ് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത്. Simplicity is the message of the Christ that transformed my life. താൻ കൃത്യമായിട്ട് ആ സമ്പന്നന്മാരുടെ മധ്യ എഴുന്നേറ്റ് പറയാനിടയായി. He told in the rich peoples about this. നോക്കണം, ഇന്നും പെന്തിക്കോസ്തുകാരായ നമ്മൾ എന്താ ചെയ്യുന്നത്? What the Pentecostal peoples we do, അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കൊടപിടിക്കുന്ന പാർട്ടികളെ പലതും. like we have the richness, we show ourselves. അതിന്ന് നമ്മുടെ സുവിശേഷ വേലക്കാരുടെ ഇടയിൽ പോലും ഉണ്ട്. Even the workers also doing the same. ചില വേലക്കാർ മാറി വരുമ്പോഴേ When some workers come, അവരാദ്യമേ അവരുടെ മുറി അങ്ങോട്ട് വളരെ പരിഷ്കരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. first they make some arrangements in the room. ഞാൻ തിരുവല്ലയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് When I was in Tiruvalla, വലിയ ഓഫീസ് റൂമ്, they have a lot of big office കറങ്ങുന്ന room. കസേര, There is a rolling chair, ഉപദേശിമാരാ. and the brothers. ഞങ്ങളെപ്പോലുള്ള ഞാനോ ജയ്ബോയ് പാസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ചില ആളുകളും ചിലപ്പോൾ അതെല്ലാം മാറ്റിയിട്ടു ഗോഡൗണാക്കി മാറ്റി. Some good pastors like us used to make it as a godown. എന്താണ് നമ്മുടെ മിനിസ്ട്രി, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും മറന്നു പോവുകയാണ്. They are forgetting what we supposed to do. ചുരുക്കം പറഞ്ഞതാണ്, അല്പന ഐശ്വര്യം കണ്ടാൽ അർദ്ധരാത്രിയിലും കൊടപിടിക്കും. A simple man got the riches. പലിശയ്ക്ക്, അന്യായ പലിശയ്ക്ക് കടം വാങ്ങിച്ച് കാറേ നടക്കുന്ന വിശ്വാസികളുണ്ട്. There are many believers buying cars with the interest. ഓരോ ദിവസവും കിട്ടുന്ന കൂലിപ്പണി കിട്ടുന്ന കാശ് കൊണ്ട് വീട് പോലും ചെലവഴിക്കാൻ വയ്യാതിരിക്കുമ്പോഴേ They don't have even money for their livelihood. അന്യായ പലിശയ്ക്ക് പോയി കടം എടുത്തുകൊണ്ട് കാറ് നടക്കുക. They get a debt with the interest and they buying the car. ചെറിയൊരു വീടുണ്ടെങ്കിൽ അത് തൃപ്തരല്ല. They're not കടം വാങ്ങിച്ച് പലിശയ്ക്ക് കാശ് വാങ്ങിച്ചതിന് ശേഷം അവൻ പോയി വീട് വെച്ചിട്ട് കഷ്ടത്തിലായിത്തീരുകയാണ്. With the debt, with the interest, and they put a house and they are in trouble. ഞാൻ ഈ അടുത്ത സമയത്ത് In the recent times, വിശ്വാസികൾ കടക്കാരാകല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചിലരുടെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി to save some believers from the debt, അന്യായ പലിശ കൊടുക്കുന്ന കണ്ടപ്പോഴേ, when I have seen they are giving a lot of interest, ഞാൻ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി കുറച്ച് പണമൊക്കെ കയ്യിൽ വന്നപ്പോഴേ, from some situations I got some money. ഞാൻ ഇവരെ സഹായിക്കാൻ തുടങ്ങി. I started helping them. ഞാൻ പറഞ്ഞു, കടം പലിശയ്ക്ക് വാങ്ങിക്കരുത്. Don't buy money for interest. കാരണം ഞങ്ങളൊക്കെ സമുദായത്തിൽ ഈ സമയത്ത് എൻ്റെ അപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചത്, When I was in society, my ഒരു father asked മനുഷ്യരോടും me, കടം വാങ്ങിക്കരുത്. do not borrow money from anyone. കൊടുത്തു. If you want to give money, you can give, നിങ്ങൾ കൊടുത്തോ, പക്ഷെ വാങ്ങിക്കരുത്. but do not borrow money. ഒരു സമുദായക്കാരൻ്റെ അപ്പന്റെ ഉപദേശം ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. It is from my father's advice. ഞാൻ മാത്രമല്ല, എൻ്റെ ജ്യേഷ്ഠനും ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഇപ്പൊ തന്നെ അങ്ങനെ കടം വാങ്ങിക്കുന്ന സ്വഭാവമില്ല. All my brothers also doing today also same. അവരാരും പെന്തിക്കോസ്തുകാരല്ല. They are not Pentecostal ഇപ്പൊ people. സമുദായത്തിൽ തന്നെ എത്രയോ സിംപ്ലിസിറ്റി ആയി ജീവിക്കാനുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. The nominal Christians, they are living very simple. ഞാൻ ഞങ്ങളുടെ ദേശത്ത് വലിയൊരു അച്ചായനെ, There are big Achain in my land. പുള്ളി ഇവിടെ അറിയപ്പെട്ടൊരു മനുഷ്യനാണ്. He is a very known person. പുള്ളി കോളർ ഉള്ള ഷർട്ടുണ്ട്, ജുബായുണ്ട്, സിൽക്ക് എല്ലാം ഉണ്ട്. They have a lot of different varieties of dress. കുറെ നേരം താനിങ്ങനെ ഒരു പൊതുപ്രവർത്തനം കൂടാണ്. He was a public ഈ doer. കോളറിലെ വയർപ്പ് കൊണ്ടുകൊണ്ട് ഈ കോളർ അങ്ങ് ഇതായി പോയി, കിഴിഞ്ഞു പോകും. There are some problems in the collar ഈ വിയർപ്പുണ്ട്. because of the sweating. അപ്പൊ ഇവിടെ എല്ലാം ഇത് പിഞ്ചിപ്പോവും. And these things are torn away.
പിന്നെ പുള്ളിയെ കാണുന്നത് After that, we see them. വേറൊരു ഫാഷൻ ഡ്രസ് ഇട്ടിട്ട് വരുന്നതാണ്. He used to wear some other type of ഈ dress. കോളർ കട്ട് ചെയ്തിട്ട് He cut the collar. താഴത്തെ ഭാഗം നിർത്തി അവിടെ ഇത് തയ്യൽ തയ്ച്ചിട്ട് തന്നിട്ട് നടക്കും. He stitched in the collar's place and he wear the another dress. He makes another dress. ഫുൾ കൈന്റെ ഇവിടെ പിഞ്ചുമ്പോൾ When his full hand dress is off actually torn away, ഓഫ് ആക്കും. that part, കാശില്ലാഞ്ഞിട്ടല്ല. it's not because you don't have ഇതൊക്കെയാണ് the money. ജീവിതത്തിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. This is how they live. ബോധമുള്ളവരെ The people who have the knowledge, ആഡംബര ജീവിതത്തെ ഇഷ്ടപ്പെടത്തില്ല. they don't like the luxurious life. ഈ പിശാച് ഇന്ന് പെന്തിക്കോസ് കോളത്തിലും കയറിക്കൊണ്ടിരിക്കുകയാണ്. This spirit is coming into the Pentecostal അപ്പൊ ഞാനിങ്ങനെ people. ചിലരെല്ലാം സഹായിച്ച് When I helped many കടം people, വാങ്ങിക്കുന്നു പറഞ്ഞ് നമ്മൾ ചിലരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചില ആൾക്കാർ കാശ് വാങ്ങിച്ചു കൊടുത്തു കഴിയുമ്പോൾ when I give money to many people, ഇവിടെ 2 ലക്ഷം രൂപയുടെ കടക്കാരനെ കടക്കും തീർത്ത് കഴിയുമ്പോൾ 7 ലക്ഷം കടം വാങ്ങിച്ചിരിക്കുക. and they borrow again money more. ഇതിനോട് ചോദിച്ചാൽ പറഞ്ഞ് 2 ലക്ഷം 7 ലക്ഷത്തിൽ 2 ലക്ഷം സബ്സിഡിയായി കിട്ടുമെന്ന് പറഞ്ഞു. I got 7 lakhs as a subsidy. അല്ല 2 ലക്ഷം സബ്സിഡി. He get 2 lakhs subsidy when they borrow 7 lakhs money. 2 ലക്ഷത്തിന്റെ ഫ്രീ കേട്ടപ്പോഴേ പോയി വീഴുക ചെയ്യുന്നത്. And when they get this 2 lakhs subsidy, they ഇതിനിടയ്ക്ക് went for 7 lakhs. ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ ഗ്രാമസേവന്മാരോ കാണും ഇടനിലക്കാരൻ. Some political leaders will be the intermediators, അവൻ 50,000 കൊണ്ട് പോകും. and they will get the 50,000 rupees. എന്നിട്ട് ഇവന് സമയത്ത് അടയ്ക്കാതെ വരുമ്പോൾ When they are not giving the money ഈ back, സബ്സിഡിയും ക്യാൻസൽ ആകും, അതിന്റെ പലിശ കൂടെ കൊടുക്കണം. they will cancel the subsidy and they will get the interest also. ഇവനെയൊക്കെ സഹായിക്കാൻ പോയാൽ നമുക്കിട്ട് വേണം തട്ടാൻ. Why I have to help them? അപ്പൊ ഇങ്ങനെയുള്ള ബന്ധുക്കോസുകാർ നമ്മുടെ ഉണ്ട്. There are many Pentecostal people like this in ആഡംബര us. ജീവിതം, They like the luxurious life. അത്യാഗ്രഹം, They have greediness, ആഗ്രഹം, covetousness. ഇതെല്ലാമാണ് ജീവിതത്തെ തകർത്ത് കളയുന്നത്. These are all destroying the life. ഇത് ആവശ്യത്തിന് പോരെ. We just need for necessity. 10ാം ക്ലാസ്സിൽ പാസ്സായി വരുമ്പോഴേ 1.5 ലക്ഷത്തിന്റെ ബൈക്കാ വാങ്ങിച്ചു കൊടുക്കുന്നത്. They bought a bike for 1.5 അവർ lakhs when they passed 10th 18 വയസ്സ് standard. തികഞ്ഞില്ല. Just to finish the 10th standard. ശരി, ഏതോ ഒരു ബൈക്ക് വേണം. Oh, they need a bike. അത് 1.5 ലക്ഷത്തിന്റെ പുതിയ ബൈക്ക് തന്നെ. Why 1.5 lakhs new bike? ചില പുള്ളികൾ അതിന്റെ പുറത്ത് Some people അപ്സലോം പോകുന്ന പോലെ അടിച്ചു പറന്ന് പോവുകയാണ്, പിന്നെ എയറിലായി തീരുകയാണ്. going fast in the bike, എയറിലായി got accident. തന്തേ നിലയ്ക്ക് ബോധമുണ്ടെങ്കിലും പിള്ളേർ സമ്മതിക്കുകയില്ല. Even the fathers and mother are not വായിച്ച allowed. നില കെട്ടിഞ്ഞാന്ന് ചാകുന്ന പറയുന്നത്. And they will die. They will sick. അപ്പൊ വേറൊരു അച്ചായൻ പറഞ്ഞു, എന്റെ സഹോദര കുറച്ച് കഴിഞ്ഞാൽ അവൻ ചാകും. Oh, Achayan told he will die എന്നാ പിന്നെ anyway. നേരത്തെ ചത്ത അച്ചായനെ നിങ്ങൾക്ക് കുറെ ലാഭം ഉണ്ടാകുന്നു. Let him die early. ഇതിനൊക്കെ ഇങ്ങനെ വളർത്തി നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നേരത്തെ പോയി ചത്തോട്ടെ, ഏതായാലും ചാകും. Let them die early. അപ്പൊ ഈ ബോധമെങ്കിലും നമുക്കുണ്ടായിരിക്കണം. We have this wisdom. ഇത് ബന്ധുക്കോസുകാരാകുമ്പോൾ നടക്കരുത്. Not the Pentecostal ഇപ്പൊ people. സുവിശേഷ വേലക്കാരായാലും Even the workers, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുത്. they should not go above what they have നിങ്ങൾ to. വേണം അത് പോയി ഫിൻലാൻഡുകാരെ പോയി പഠിക്കുക. You have to learn from the Finland people. അവർ പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്. They love nature. 1000 വർഷ ഭരണത്തിൽ In the millennial reign, കർത്താവ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ the Lord, after the wedding, he ഞാൻ goes. ഇപ്പോഴേ കർത്താവിന് പറഞ്ഞു നമുക്ക് ആദ്യം സന്ദർശിക്കേണ്ട സ്ഥലം ഫിൻലാൻഡാണെന്ന് പറഞ്ഞു. ഹണിമൂൺ ട്രിപ്പില് In the honeymoon trip, I told Lord 1000 that വർഷം we have to കിടക്കില്ലേ. visit Finland. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, And the last time I told കർത്താവ് ആദ്യം നമുക്ക് സന്ദർശിക്കേണ്ട സ്ഥലം Lord, the first time I had to ഫിൻലാൻഡ് visit ആയിരിക്കണമെന്ന് പറഞ്ഞു. Finland. വളരെ മനോഹരമായ It's ദേശം. a very beautiful place. 2 ലക്ഷത്തിനടുത്ത് തടാകങ്ങളും ദ്വീപുകളും ഉണ്ടെന്നാ പറഞ്ഞു. There are lakhs, there are a lot of lakhs there. 2 ലക്ഷം 2 lakhs. 2 lakhs of lakhs. അത്രയും തടാകങ്ങള്, There are lakhs അതുപോലെ തന്നെ as well as ദ്വീപുകള്, and islands. ചുറ്റും കാടുകളാണ്. And lot of forest as well. ഫിൻലാൻഡുകാർ അധികം പേര് ടൂറിസ്റ്റുകളായിട്ട് പോകാറില്ലല്ലോ. The Finland peoples are not going for the tourists. അവരുടെ കാശ് അന്യ രാജ്യങ്ങൾ കൊണ്ട് കൊടുക്കാറില്ല. They are not giving the money to other peoples. അവർ എൻജോയ് ചെയ്യുന്ന കാടുകളിലേക്ക് പോവുകയാണ്. They are enjoying and went to the forest. ഇഷ്ടം പോലെ ഫോറസ്റ്റ് ആണ്. There are a lot of forest in their ആ country. ഫോറസ്റ്റ് ചെലവഴിക്കുക. When they spend time in forest. ചരിത്രമൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. When I learned their history, I was very happy. ബുദ്ധിയുള്ളതായ മനുഷ്യർ The peoples, മനുഷ്യന് മുമ്പിൽ ജാട കാണിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. they are not showing off themselves. അവിടെ പോയി ചില മതങ്ങൾ അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. Some religions trying to attract them, it couldn't possible. ഈയിടെ ഒരു തീവ്രവാദ മതത്തിൽപ്പെട്ട ഒരുത്തന്റെ സാക്ഷി കേൾക്കാനിടയായി. I got the witness of a person from a terrorist അവൻ നെഗറ്റീവായിട്ടാണ് അവരെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. They told very much about this. അങ്ങനെ എന്താ കാരണം? What is the reason? അവൻ തന്നെ അബദ്ധത്തിൽ പറഞ്ഞു പോയി. He told himself in wrongly. ഇവരെ ഇടപെട്ട് കഴിഞ്ഞാൽ When dealt with them, ഇവരങ്ങനെ കയറി ക്ലോസ് ആകത്തില്ല. they will not become close. ക്ലോസ് ആയാൽ When they become close, വളരെ നന്നായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കും. they will deal very പക്ഷെ nicely. പിറ്റേ ദിവസം ചെന്ന് The next time, ഈ കെറോഫിൽ അവരെ സ്വാധീനിക്കാൻ തുടങ്ങിയാൽ അവരെ സമ്മതിക്കത്തില്ല. when they influence them, they will not allow. അതിന്റെ അർത്ഥം അവരെ പറ്റിക്കാൻ ഒക്കത്തില്ല. We cannot cheat അപ്പൊ them. ഇങ്ങനെ പറ്റിക്കാൻ പോയ പാർട്ടികൾ അവിടെ ചെന്ന് ഫെയിലർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. The persons who started cheating them are failure. The reason, അവർക്ക് ഭേദാഭേദങ്ങളെ തിരിച്ചറിയാം. they know to discriminate the ഇതൊക്കെ things. എവിടുന്നാണ് നമ്മൾ പഠിക്കുന്നത്? From there, where ഞാൻ they are learning പറഞ്ഞല്ലോ, all these things.
കാട്ടുജാതിക്കാരായിരുന്നു, They are tribal peoples. അതിനുശേഷം ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ആയിരുന്നു, Then they become the Christian കാത്തലിക് denomination. ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. They become the Orthodox. എന്നാൽ അവിടെ നിന്ന് അവർ ക്രിസ്തുവിലേക്ക് വന്നു. They all come to the Christ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മനുഷ്യന്റെ സാക്ഷി കേൾക്കാനിടയായി. Last time I have witnessed അവർ 20 മിനിറ്റ് ടോക്കിങ്ങിൽ in the 20 minutes talking, ഒരു 22-23 പ്രാവശ്യം ജീസസ് ജീസസ് എന്ന് എടുത്തു പറയാനിടയായി. he told Jesus, the name of the Jesus for 20 ജീസസ് ആണ് ആ times. രാജ്യത്തിന്റെ ഐശ്വര്യം എന്ന് അവർക്ക് മനസ്സിലായി. Jesus is the pleasure of that country. ഇതുപോലെ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച നാം The peoples who receive the Jesus നമ്മൾ ആ Christ, സിംപ്ലിസിറ്റി സൂക്ഷിക്കുന്നെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. if we preserve that simplicity, we will be blessed. താഴ്മയുള്ളവരെ ദൈവം അനുഗ്രഹിക്കുന്നു. The God blesses the humble താഴ്മയുള്ളവർക്ക് person. ദൈവത്തിന്റെ കൃപ കൊടുക്കുന്നു. God gives grace to the humble. നമുക്കറിയാം പാസ്റ്റർ ആൽവിൻ Pastor Alvin, we know, ഈ ഉപദേശങ്ങളെല്ലാം സ്ഥാപിച്ചുകൊണ്ടേയിരുന്നു. he established all these doctrines. മറ്റെല്ലാ പെന്തിക്കോസ്തുകാരെക്കാളും ശ്രേഷ്ഠമേറിയ ഉപദേശങ്ങൾ സ്ഥാപിച്ചൊരു കാലഘട്ടം He ഉണ്ടായിരുന്നു. established the doctrines better than the other Pentecostal peoples. പല വിഷയങ്ങൾ. Many things. അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റീകൺസിലേഷൻ മിനിസ്ട്രി. The main things are reconciliation ministry. ഒപ്പുറവാക്കൽ അല്ലെങ്കിൽ നിരപ്പിന്റെ ശുശ്രൂഷ. It's a ministry of ഞാൻ reconciliation. പല ബൈബിൾ കോളേജിലും പഠിച്ചിട്ടുണ്ട്. The many Bible colleges have റെസ്പോൺസ് ആയിട്ട് കുറെ അധികം കോളേജിൽ പഠിച്ചിട്ടുണ്ട്. like many Bible colleges have അമേരിക്കൻ studied. അംബാസിഡർ കോളേജിലെ സയന്റിഫിക് കോഴ്സ് കൂടെ ഞാൻ പഠിക്കാനിടയായിട്ടുണ്ട്. I studied a course from American University, അവരെന്നെ എക്സാം ടൈമിൽ അമേരിക്കയെ ക്ഷണിക്കുകയുണ്ടായി. and they invited me to the America. അപ്പോൾ തന്നെ ഓപ്പറേഷൻ മൊബൈൽ സ്റ്റേഷൻകാർ 2 പ്രാവശ്യം തന്നെ അവരുടെ ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് ഇസ്രായേലും ഒക്കെ പോയി സന്ദർശിക്കാൻ ലോകം മുഴുവൻ കപ്പലിൽ ചുറ്റി നടന്ന് പ്രവർത്തിക്കാൻ വിളിച്ചിട്ടുണ്ട്. And one of the company from Israel also invited me to come there. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറയും, നീ ഈ അപ്പോസ്തോലികമായ ഉപദേശത്തിൽ കൂടെ പോയാൽ മതി. And God used to tell me that you have to follow this apostolic എന്നാൽ ministry. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആഴമേറിയ സത്യങ്ങൾ ഇവിടെ പലതും ഉണ്ട്. The deeper truths are here, I understood. അതുകൊണ്ടാണ് ഇന്നും ആ സത്യത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നത്. That's why I am standing for this ഒന്ന്, truth. നിരപ്പിന്റെ ശുശ്രൂഷ. There is a ministry of reconciliation. അത് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. We have to read this very clearly. രണ്ടാമത്, ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. I just shall live by faith. അപ്പോൾ ഞാനിത് പറയുമ്പോൾ When I am ഒരു saying കൂട്ടം this, മേലക്കാരും വിശ്വാസം ഇതൊന്നും അറിയാതെ പോകുന്നവരുണ്ട്. one group of believers and workers don't know this. പക്ഷെ അങ്ങനെ പോകുന്നവരല്ല വിഷയം. When they go, it's not matter. നമുക്കറിയാം, ഒരു ഇഷ്ടിക ചൂള ഉണ്ടാക്കുമ്പോഴേ When they make the bricks, ഒരു 1,00,000 കട്ട പിടിക്കണമെങ്കിൽ when they want to make 1 lakh bricks, ആ 1,00,000 കട്ടയല്ലല്ലോ അവിടെ ആദ്യം ഉണ്ടാക്കുന്നത്. they are not making 1 lakh bricks. ഒരു 1,50,000 കട്ട പിടിച്ചു വെക്കും. They prepare 1 lakh bricks കുറെ first. വേകാതെ പോകും, Some will not boil, കുറെ ഓവറായി വെന്ത് പോകും, some will കുറെ overcook, പൊടിഞ്ഞു പോകും. and some will be boiled. ഇതെല്ലാം കഴിയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന 1,00,000 കിട്ടും. After that, they will get 1 lakh അപ്പൊ bricks. ഇന്ന് നമ്മൾ മേലക്കാരുടെ വിശ്വാസത്തിൽ ഏതെങ്കിലും അപാകതകൾ കണ്ടുകൊണ്ട് മാർഗത്തെ കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്. We should not blame this ministry by seeing some mistakes in the workers and the believers. കാരണം ഒരു കൂട്ടർ ഈ സത്യത്തെ സ്നേഹിച്ചു പോകുന്നതിനകത്തുണ്ട്. One group of people are loving the അവർ truth. അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. They are ready to give their life for this പണ്ട് കൂടുതൽ doctrine. ആളുകൾ ഉണ്ടായിരുന്നു. And lot of people were there in the old മുൻപ് times. അധികം വിശ്വാസികളും മേലക്കാരുണ്ടായിരുന്നു. Many people and believers in the old ഇന്ന് times. വളരെ മൈനോറിറ്റിയായി മാറി എന്നുള്ളൂ. Only few people are nowadays. കാരണം ഇനി കുറച്ച് കല്ലുകൂടെ ചേർന്നാൽ മതി. Only one few stones are necessary. യെരുശലേമിന്റെ എണ്ണം, And the number of Jerusalem, സിയോന്റെ എണ്ണം, the number of Zion. വളരെ ചുരുങ്ങിയ കല്ലുകൂടെ മതി. അതുകൂടെ ചേരുമ്പോൾ കാഹളം ധനിക്കും. Only few stones, the trumpet will sound. എന്നാൽ നല്ല ശതമാനം ആളുകളെയും ചേർത്ത് കഴിഞ്ഞു. Majority of people are collected പക്ഷെ already. ഇപ്പൊ എണ്ണത്തിൽ കൂടുതലുണ്ട്, But there is a lot of number. ക്വാളിറ്റി ഇല്ല. There is no work. നമുക്കൊരു അറിവുള്ളവൻ എപ്പോഴും ക്വാളിറ്റിക്കാണ് പ്രാധാന്യം. And the people who have the wisdom gives importance to the quality. ഇപ്പൊ നമ്മുടെ ഹരിയാന്റെ കടയിൽ ചെല്ലുന്നു, Like when we go to the Harijan's, അവിടെ ചെല്ലുന്ന പല കസ്റ്റമേഴ്സിനും ക്വാളിറ്റി അല്ല ആവശ്യം, വിലക്കുറവ് ആവശ്യം. the many people are looking for less cost. ഹരിയാൻ എന്ത് ചെയ്യുന്നു? What he is doing, ക്വാളിറ്റി ഉള്ളവർക്ക് വേണ്ടി ക്വാളിറ്റി ഉള്ളതും വെച്ചിട്ടുണ്ട്, for the people who give the quality things, ക്വാളിറ്റി ഇല്ലാത്തവർക്ക് അതും വെച്ചിട്ടുണ്ട്. the people who want the cost, they give the ഇങ്ങനെ കച്ചവടം things. നടക്കത്തുള്ളൂ. They do the merchant like this. ഞാൻ ഓർക്കുന്നുണ്ട് സ്റ്റേഷനറി കടയിൽ ഒരിക്കൽ, In the stationery shop, one ഞങ്ങളുടെ time, സ്റ്റേഷനറി കടയിൽ one of the stationery shop, അവിടെ കോൾഗേറ്റ് പേസ്റ്റ് ഉണ്ട്. there is a Colgate paste. കോൾഗേറ്റ് പേസ്റ്റിന് 2,000 രൂപ വിലയുള്ളപ്പോൾ There is a 200 rupees for അതേ Colgate paste. കളറിൽ അതേ ഡിസൈനിലെ കോസ്മോ പേസ്റ്റ് ഉണ്ട്. There is another paste called Cosmo, the same color. അതിന് 1 രൂപ ചില്ലറേ ഉള്ളൂ. There is only 1 rupees for that. അപ്പൊ ആൾക്കാർക്ക് ആവശ്യം, The people's like, അറിവുള്ളവൻ ക്വാളിറ്റി ഉള്ളത് എടുക്കും, the wise people will go for the quality things. അറിവില്ലാത്തവൻ ലാഭം നോക്കാൻ The പോകും. fools will use for the cost. നമ്മുടെ ഒരു സഹോദരി ഒരിക്കലും സാധനം വാങ്ങിക്കാൻ പറ്റും. One of the sister went for buying the things. യാക്കോബുകാരനാ കടക്കാരൻ. The shopkeeper was a Jacobite. അയാൾ വന്ന് മദറിനോട് പറഞ്ഞു, ദയവശതിന് ഇവരെ വിടരുതെന്ന് പറഞ്ഞു. And he told, do not send this sister. പക്ഷെ അവർ കടയ്ക്ക് പോകാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. And he is very much eager to go to the shop. കടയ്ക്ക് പോകാൻ അവരിപ്പോഴും ഉത്സാഹത്തോടെ പോവുകയും ചെയ്യും. This sister is very much eager to go to the shop. ഇവർ അടുത്തുള്ള 2-3 കടയിൽ കയറി So they go to the ഓരോ nearby shop. സാധനത്തിന്റെ വില നോക്കും. They will inquire the price. എന്നിട്ട് ഏറ്റവും കുറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് വരും. Wherever there is a little price, they will buy this. ശുദ്ധമായോണ്ട് അയാൾക്ക് സംശയമായി. And he got എന്നിട്ട് മദറിനെ കൊണ്ടുപോയി കൂടിയ സാധനത്തിന്റെ വില ഇട്ട് കൊടുക്കുകയും ചെയ്യും. and with the mother they bought the big high cost things. ഈ സഹോദരി ഒരു പിശാച് പിടിച്ച പോലെ ആയിരുന്നു.
This sister has some kind of അവസാനം spirit, വേണ്ടാതെ വിശ്വാസികളെ കുറിച്ചും വേലക്കാർക്ക് കള്ളെഴുത്തെഴുതും. and he started writing bad things about the കുറെ believers. കഴിഞ്ഞപ്പോഴേ Sometimes ആ സഹോദരിയുടെ കൈ പഴുത്ത് ഈ വിരലെല്ലാം ഒന്നൊന്നൊന്നായി പോയി മരിക്കുകയും ചെയ്തു. and sister's hands got a problem and അപ്പൊ she died. ഇങ്ങനെ സാത്താൻ വഞ്ചിക്കുന്ന അനേകരുണ്ട്. And Satan deceive many people like this. അപ്പൊ ക്വാളിറ്റിയും ആണ് നമുക്ക് ആവശ്യം. We need the quality. കർത്താവായ യേശു ഭൂമിയിലേക്ക് വരുമ്പോൾ The Lord Jesus Christ came to the world. ക്വാളിറ്റി ഇല്ലാത്തവനെ ചേർക്കുവോ? He will not collect the unquality people. ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം അതിൽ കുറച്ച് നാൾ മുമ്പ് ഒരു വിശ്വാസികൾ ചോദിച്ചു, അച്ഛനെതിരെ ഈ മീൻ മാർക്കറ്റിൽ പോകുന്നത് അല്ലെങ്കിൽ മീൻ കടയിൽ പോയി വാങ്ങിക്കുന്നത് Why are you വേറെ going to വിളിച്ചു the പറഞ്ഞാൽ fish ഞങ്ങൾ market? വാങ്ങിച്ചു തരാമല്ലോ അല്ലെങ്കിൽ സൗകര്യമാർ പോയി വാങ്ങിക്കുമല്ലോ എന്ന് പറഞ്ഞു. You can tell, we can buy. Why you are going to fish market? Yourself. ശരിയാ, നിങ്ങൾ ചിലരെ വിട്ടാൽ When I send you, അല്ല സൗകര്യമാർ ചിലർ ചെന്നാൽ if I send sisters to buy ഒരു നല്ല fish, മനുഷ്യനും പാവങ്ങളുമാണ്. they are good people, innocent people. കടക്കാരോട് ചോദിക്കും ഇത് നല്ലതാണോ, They will ask the shopkeeper, is it good? പിന്നെ ഇതല്ലേ ഏറ്റവും ബെസ്റ്റ്, And the shopkeeper will tell, this is a good fish. അത് വാങ്ങിച്ചോണ്ട് വരും, And they will buy that. കാശ് കൊടുക്കും. And they will give the money as well. അപ്പൊ നമുക്ക് തിരിച്ചറിയണം ഇതിൽ ഏതാ നല്ലത് ഏത് ക്വാളിറ്റി ആണെന്ന് തിരിച്ചറിയണം. We need to know what is the good quality fish. അപ്പം ഇതുപോലെയാണ് കർത്താവായ യേശു ഭൂമിയിലേക്ക് വരുമ്പോൾ Likewise, Jesus Christ, when he comes to the താൻ world, ആദ്യം തെരഞ്ഞെടുത്തത് ക്വാളിറ്റി ഇല്ലാത്തവരെയാണ്. the people's first he chosen is the not a പക്ഷെ quality അവർ people. ക്വാളിറ്റി ഇല്ലാത്തവരായി തന്നെ തീർന്നാൽ When the people's again അവരെ ഉപേക്ഷിച്ച് കളയും. they will forsake him. ക്വാളിറ്റി ഉള്ളവരായി തീരണം. We need to become a quality people. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് കോഴ്സ് ഉണ്ട്. There are quality improvement courses in every department. അതിനാണ് വളർച്ച. There is a growth in that. ഇപ്പൊ ഡോക്ടർമാര് Like doctors, ഈ നമ്മുടെ സഹോദരൻ സന്തോഷ്, ഡോക്ടർ സന്തോഷിനെ myself, കഴിഞ്ഞ മാസം ചെന്നൈയിലേക്ക് വിളിപ്പിച്ചു. and last week he went to Chennai. അദ്ദേഹത്തെ അലോപ്പതിയും ഹോമിയോയും ആയുർവേദ ഡോക്ടർമാരുടെ ഒരു മിംഗ്ലിംഗ് ക്ലാസ് ആയിരുന്നു. It was a class of many practitioners. Am I correct? Yes. അപ്പോൾ എന്തിനു വേണ്ടി? For what? കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം. To get a greater understanding. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. We need the quality improvement in our life. യേശുവിനെ കുറിച്ച് വായിക്കും, അവൻ ശിഷ്യന്മാരുടെ നാവ് കൊടുത്തെന്നാണ്. They have given the tongues of the disciples. ഇത് നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ടയായി തീർന്ന് അവരൊരിക്കലും വിജയിക്കത്തില്ല. Everywhere there is the same fruit, then we will not succeed. അവര് സമൂഹത്തിന് ചിലപ്പോൾ ദ്രോഹികളായിട്ട് മാറും. They will become the enemy for the അവർക്കാണ് society. ഈ അസൂയ കൂടുതൽ. They have the jealousy. അപ്പോൾ നമുക്ക് കമ്പനി പ്രൊമോഷൻ തരും, They will give the promotion by the company. സീനിയോറിറ്റി അനുസരിച്ച് ചിലപ്പോൾ പ്രൊമോഷൻ They കിട്ടുന്നില്ല. will get the promotion by the seniority. പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഫെയിലർ ആയി പോകും. But in the practical life, they will become അപ്പോൾ failure. നമ്മളെക്കാൾ നന്നായിട്ട് ചെയ്യുന്ന ജൂനിയേഴ്സിനോട് അസൂയ വരും. We will get jealousy to the juniors. ചിലപ്പോൾ നല്ല നേഴ്സസ്മാരോട് പ്രയാസം വരും. We will give jealousy to our sisters. അതുപോലെ ഉപദേശിമാരോട് മേൽനടത്തിപ്പുകാർക്കും പ്രയാസം വരും. With the brothers and superiors, we will get jealousy. കാരണം അവരെ കവിഞ്ഞു പോകുന്നൊരു തോന്നൽ വരുന്നതുകൊണ്ട് അവർ പിന്നെ ഒതുക്കാൻ നടക്കും. Because they think they are going up from them. അതിനാണ് നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ ദൈവസന്നിധിയിൽ നിന്നും ലോകത്തിന്റെ പാഠങ്ങളും ചിലത് പഠിച്ച് ക്വാളിറ്റി ഇംപ്രൂവ് ഉള്ളവരാക്കി തീർക്കണം. We have to improve our quality by studying in the presence of the God. കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി But God wants us. തന്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മൾ അനുഭവരായി തീരണം. We should be the partakers of the 2 divine പത്രോസ് nature. 1-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിക്കും. 2 Peter 1:4. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? What we can read there. നാം അവന്റെ സ്വഭാവത്തോട് പങ്കുള്ളവരായി പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. We should be partakers of his divine nature. അതാണ് പ്രധാനം. അവസാനത്തിൽ നമുക്കത് ലഭിക്കുന്നില്ലെങ്കിൽ It is not we can get ഞാൻ this. ഭാഷ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? What is the meaning that if I am സീനിയർ ഭാഷ pastor? എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? Even I am a senior pastor, what is the മൂപ്പരാന്ന് meaning? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? The elder, what is the meaning? പഴയ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? Though I am an old believer, what is the ദൈവം meaning? നിങ്ങളെ നോക്കുമ്പോൾ, When God looks at you, നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ, when God entrusted you ഈ some അടുത്ത ministry, സമയത്ത് സഭാസംബന്ധമായ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ദൈവ സുവിശേഷീകരണത്തിന് ഒരു കാര്യത്തെ ഒരു സഹോദരനെ ഏൽപ്പിച്ച് 4 മാസമായി. I have given a ministry to a believer in 4 months over. ഞാൻ വിചാരിച്ച 4 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. I thought 2 weeks we can finish. പക്ഷെ ആ സഹോദരൻ ഇപ്പോഴും ശരിയായിട്ടില്ല. Now itself he is not പക്ഷെ doing. പുള്ളി ഭയങ്കര ആവേശവും ധൈര്യമൊക്കെ എപ്പോഴും പറയാം, സഭയെ പറ്റി പറയാം. തന്നെ ഏൽപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്യാൻ തനിക്ക് സാധിക്കുന്നില്ല. He couldn't do the things entrusted to him. ചോദിച്ചപ്പോൾ പറഞ്ഞത് What he is saying, വീട്ടുകാര്യം നോക്കി തീർത്തിട്ട് തീരുന്നില്ല. and all the things I do in the house, അപ്പൊ it is ഏതിനാണ് finishing. നിങ്ങൾ മുഖ്യസ്ഥ കൊടുക്കുന്ന ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. Which things you are giving priority? ദൈവികാര്യമായിരുന്നെങ്കിൽ If it is David, 2 ആഴ്ചയ്ക്ക് തീർത്തേനെ. 2 weeks you can finish. ഞാൻ പോയി ഒറ്റയാഴ്ച തീർക്കാനുള്ളതേ ഉള്ളൂ. 1 week I can finish. പക്ഷെ ആ സഹോദരൻ എങ്ങനെ അതിന് ഡീൽ ചെയ്യുന്ന അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. I was waiting how this brother is going to finish. നിങ്ങൾ ഓർത്തോണം, You have to remember, നിങ്ങൾ ഇമ്മാവെന്ന് സാക്ഷി പറഞ്ഞുകൊണ്ട് വാചം അടിച്ചുകൊണ്ട് നാട്ടുകാർ മുമ്പിൽ സുവിശേഷം പറഞ്ഞുകൊണ്ട് കാര്യമാകുന്നില്ല. if you are giving the testimony, it doesn't matter. നിങ്ങൾ ദൈവ വിഷയത്തിന് എന്തുമാത്രം എരിവുള്ളവരാകും. How much you are zealous towards the godly matters. നിങ്ങൾക്കറിയാലോ, നമ്മൾ 1 മാസം കൊണ്ട് For 1 month, എത്ര ലക്ഷം രൂപയുടെ ട്രാക്റ്റുകൾ ബുക്കുകൾ എത്ര ബുക്കുകൾ അടിച്ചു തീർത്തു. how many books and tracts we published? കാരണം അതെനിക്ക് ആവശ്യമാണെന്ന് തോന്നി. I thought it is needed. അപ്പോൾ ദൈവ വിഷയത്തോടുള്ള എരിവുണ്ടെങ്കിൽ Because of zealous ആ towards the godly കാര്യത്തിന് things, ഇൻട്രസ്റ്റ് ആകത്തുള്ളൂ. I will get interest towards. ഇതൊന്നും ഇല്ലാതെ If you don't have നിങ്ങൾ this, പെന്തിക്കോസുകാരാന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഗുണം?
If you are selling, you are a നിങ്ങൾ Pentecostal, what സാധാരണ is the നോമിനൽ meaning? ക്രിസ്ത്യൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. You are going with the നിങ്ങൾ non ദൈവത്തിന്റെ വിഷയത്തിന് താല്പര്യം വരുന്നില്ല. If you are not interested towards നിങ്ങൾ godly നിങ്ങളുടെ matters, കുടുംബ വിഷയമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. you are going with your family matters. അതുകൊണ്ട് അത് പലതും തീരാതെ ഇങ്ങനെ കിടക്കുകയാണ്. And many things are not finishing. പറയാൻ പോലും നാണമില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. Even you cannot tell this. പറയുന്നതിന് പോലും നാണമില്ല. I do not പക്ഷെ shame to സാക്ഷി say this. പറയുമ്പോൾ അങ്ങോട്ട് ഈ എന്തോ ഒരു ലാത്തിയാണ് ചിലപ്പോൾ അടിക്കുന്നത്. The testimony, you will give big words. ചെറിയൊരു കാര്യം ഏൽപ്പിച്ചാൽ പോലും അത് ചെയ്യാൻ സമയമില്ല. 4 മാസം കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് ഇതുവരെയും അതിന് സമയം For കിട്ടിയിട്ടില്ല. 4 months, he couldn't get the time. പ്രായമുണ്ട്, He has the age, അനുഭവമുണ്ട്, his experience. ഇത് പറയാൻ പോലും ലജ്ജയില്ലെന്ന് ഞാൻ He ചിന്തിക്കുന്നു. don't have the shame to say നിങ്ങൾ this. ക്രിസ്തുവിന്റെ സുവിശേഷ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? What you are doing for the gospel of the Christ? നിങ്ങൾ ഇപ്പോഴും പ്രോസ്പെരിറ്റി ഗോസ്പെലിനാണ് ഇഷ്ടപ്പെടുന്നത്. You are interested in the prosperity gospel. ഞങ്ങൾക്ക് നല്ല വീട് വേണം, I want a good house, നല്ല കുടുംബം വേണം, I want a good family, നല്ല കുഞ്ഞുങ്ങൾ വേണം, good children, നല്ല കല്യാണം നടക്കണം, good marriage, നല്ല സാമ്പത്തികം ഉണ്ടാകണം. we have the good riches. അങ്ങനെ നിങ്ങൾ ലോകത്തിൽ സമ്പന്നന്മാരാകുന്നു. You want to become rich in the world. അവസാനം നിങ്ങൾ ക്രിസ്തുവിൽ ദരിദ്രരായിത്തീരും. At the end, you will become poor in Christ. ദൈവത്തിന്റെ വചനം പറയുന്നത് The word of the God says, ലോകത്തിൽ ദരിദ്രരായവർ വിശ്വാസത്തിൽ the സമ്പന്നരാകുകയാണ്. poor in the world become rich in അതുകൊണ്ടാണ് the word ഞാൻ of God. സുവിശേഷ വേലക്കാരൻ ജാഗ്രതയായിരിക്കേണ്ട വിഷയം. That's why workers should be cautious. നിങ്ങളൊരു സഭയിൽ ചെല്ലുമ്പോൾ When you are going to the church, ആ സഭയെ അല്ലെങ്കിൽ ആ കെട്ടിടത്തെ മോഡിഫിക്കേഷൻ ചെയ്യുന്നതല്ല ആദ്യത്തെ വിഷയം. you should not modify the church. That's not an important thing. നിങ്ങളുടെ മുറി അങ്ങോട്ട് അലങ്കരിക്കുന്നല്ല It's വിഷയം. not decorating your room. അവിടെ വില കൂടിയ കാർപ്പറ്റ് ഇടുന്നല്ല. It's not about putting carpet. അങ്ങനെ കാർപ്പറ്റ് ഇടുമ്പോൾ പാവപ്പെട്ട ഒരുത്തം ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരും. And when a poor person comes, you won't like നിങ്ങളുടെ it. കാർപ്പറ്റ് നിമിത്തം അവന്റെ മനസ്സിന് മുറിവേൽക്കും. Because of your carpet, you are bruising their ബാംഗ്ലൂരിൽ അങ്ങനെ mind. ഒരു പാസ്റ്റർ There is one pastor in Bangalore. അറിയാതെ ഒരുത്തൻ ചെരിപ്പിട്ടുകൊണ്ട് അവന് ഗെറ്റ് ഔട്ട് അടിച്ചു. One person came with a chapel. അവൻ He asked him to get out. വിശുദ്ധന്മാരാണല്ലോ എന്നുള്ളൊരു താല്പര്യത്തോട് കയറി ചെന്നതാണ്. He came that he is a saint. അവന്റെ മനസ്സോടെ മുറിവേറ്റു. That time his mind got bruised. നീ മറ്റുള്ളവന് ഇടർച്ചയായി കഴിഞ്ഞാൽ If you are hindering to others, അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്ന ഫെയ്ത്തോടൊക്കെ ഒരു ആവറേജ് ഡിസിപ്ലിൻ കൂടാതെ മോഡിഫിക്കേഷൻ ചെയ്യത്തില്ല. in my faithums I will not do more കാരണം ഈ than സഭയിൽ ഒരു average. പാവപ്പെട്ടവൻ കയറി വന്നാലും അവൻ അറക്കരുത്. Even a poor people comes inside, they will not have അവൻ the different അറക്കാതെ feelings. കയറി വരണം. They should come കാരണം freely. ഈ ദൈവരാജ്യം പണിയ They are building the kingdom of the ഇവിടെ God. നമ്മൾ വലിയ ആർഭാടങ്ങളും ആഡംബരങ്ങളും കാണിച്ച് If you are showing the luxury, സാത്താനെ വിളിച്ചു വരുത്തരുത്. we should not invite Satan. Times that മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ Matthew 2:9, അവിടെ എന്താ പറയുന്നത്? what they say, നക്ഷത്രത്തെ കണ്ടുവന്ന ജ്ഞാനികൾ the wise people came by the സ്വന്തം star, ബുദ്ധിയിൽ ചില കാര്യങ്ങൾ കയറിയിട്ട് because in the wisdom, അവരെന്താ ചെയ്തേ? what they done, അരമനയിൽ പോയി. and they went to the palace. രാജാവായി പിറന്നവൻ He born as a king. ഇവര് മര്യാദയ്ക്ക് നക്ഷത്രത്തെ നോക്കി പോയാൽ പോരെ? He has to follow the star. അതിന് പകരം എന്ത് ചെയ്തു? Instead, what they done, നക്ഷത്രത്തെ വിട്ടിട്ട് without the star, അവരെങ്ങോട്ട് പോയി? where they went, അരമനയിലേക്ക് പോയി. they went to the palace. ഒരുത്തന്റെ ബുദ്ധിയിൽ പ്രവേശിച്ചു. It came to in one of രാജാവ് പറഞ്ഞവൻ അരമനയല്ലേ? the king will come in the palace. ചിന്ത മാറി. Their thought, നിങ്ങളുടെ മനസ്സ് your mind, ക്രിസ്തുവിനുള്ള ഏകാഗ്രതയിൽ നിന്ന് from the പിശാച് നിങ്ങളെ തേച്ചു കളയരുത്. you don't deceive by the Satan. ഈ ഭൗമിക കാഴ്ചപ്പാടിലേക്ക് പോകരുത്. The literal things should ഈ not go. കസേരയിലേക്ക് പോകരുത്. You should go to the church. മനുഷ്യൻ പുകഴ്ത്തി വയ്ക്കുന്ന പ്രശംസയിലേക്ക് പോകരുത്. Go to the pride. അത് അരമനയിൽ ചെന്നാൽ സംഭവിച്ചെന്താണ്? What happened? വെറും കള്ളത്തരവും തട്ടിപ്പും. A lot of cheatings. രാജാവ് പോലെ എത്ര നൈസായിട്ട് ഇടപെടുന്നത്. The king was very. ഒന്ന് പറഞ്ഞു തരണം, ഞാൻ പോയി ഒന്ന് ആരാധിക്കട്ടവനെ. I go to worship him. കൊല്ലാനുള്ള കൊലപാതകത്തിന്റെ ആത്മാവ് വെച്ചിട്ട് ഞാൻ പോയി ആരാധിക്കട്ടെ, He has എനിക്ക് a കാണിച്ചു spirit തരണം. of murdering himself. ഇവർക്ക് മനസ്സിലായില്ല. They didn't അത് understand. ദൈവത്തിന് മനസ്സിലായി. But God understood. ദൈവം പറഞ്ഞ് നിങ്ങൾ ഇതുവഴി പൊക്കോ. You go this way. ഇപ്പൊ രാജാവിന് കോപം വന്നു. The king got എന്നെ trapped. അവരെ ചതിച്ചു. They cheated me. വാളും എടുത്തുകൊണ്ട് ഇറക്കില്ല എല്ലാത്തിനെയും. And because the sword, 2 വയസ്സിന് താഴെയുള്ള എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നെടുത്തു. they killed the babes below 2. പക്ഷെ ആ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. അവർ സ്വർഗത്തിൽ കുഞ്ഞുങ്ങളായിട്ട് നല്ല അനുഭവത്തിൽ നഴ്സറിയിൽ കാണുകൂടെ. They will go to the heaven. അല്ലെങ്കിൽ അവർക്ക് പകരം ദൈവം ആരെങ്കിലും ഒക്കെ വീണ്ടും ജനിപ്പിക്കും. Otherwise, God will bring അത് some ദൈവത്തിന്റെ people. നീതി. It is the righteousness of the God. പക്ഷേ But ഇവന് യേശുവിനെ കൊല്ലാൻ ഒത്തില്ലല്ലോ. they didn't kill the Jesus. ദൈവത്തിന്റെ പദ്ധതിക്കെതിരായിട്ട് ആരും കൈവയ്ക്കരുത്. Do not go against the plan of the God. എന്നാൽ But തെറ്റ് മനസ്സിലായി തിരിച്ചു വരുമ്പോൾ when you understand the mission, വീണ്ടും come ആ back. നക്ഷത്രം അവരുടെ മുമ്പിലുണ്ട്. And there is that star. was നക്ഷത്രത്തെ there. കണ്ടുകൊണ്ട് വൈശയും But see the star. കിഴക്ക് കണ്ട നക്ഷത്രം ശിശുയിരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ദൈവ നടത്തിപ്പ്. It is the leading of the ദൈവ God. നടത്തിപ്പ് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. We get rejoicing. in the മാനുഷ്യ leading of the ബുദ്ധിയിലിട്ട് God. കറക്കി കഴിഞ്ഞാൽ When you go with the own wisdom, അവസാനം ഇത് അപകടമാണ്. at the end will be the ഇത് destruction. പിന്നീട് ഒന്നിന് പകരം 100 പിഴ കൊടുത്താലും എടുക്കാൻ വയ്യാത്ത ഗതികേട് വരും. We will be end up in a problem. അതുകൊണ്ട് നാം ദൈവത്തിന്റെ നക്ഷത്രത്തെ കാണുക. Look at the star of സംഖ്യാപുസ്തകം the God. 24:17 വായിക്കുമ്പോൾ Zechariah സംഖ്യാപുസ്തകം 24:17 Numbers 24, അവിടെ ഒരു താരകത്തെ നമ്മൾ കാണുന്നുണ്ട്. we can see a star there. വായിച്ചേ, യാക്കോബിൽ നിന്നൊരു താരകം ഉദിക്കും. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും. ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഒരു ചെങ്കോൽ ഉയരും.
നോക്കണം, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും. A rod will come from Israel. അപ്പൊ ഇസ്രായേലിലെ ചെങ്കോൽ അതാണ് വാഴേണ്ടത്. There's a rod from Israel. ആ നക്ഷത്രമാണ് ക്രിസ്തു. That star ആ is Christ. ചെങ്കോലാണ് ക്രിസ്തു. That rod is Christ. അതിവിടെ വാഴട്ടെ. That should reign. എന്നിലും നിങ്ങളിലും നമ്മുടെ സഭയിലും. And in me, in you. അങ്ങനെ വാണു കഴിയുമ്പോൾ കർത്താവ് തന്റെ വേലയെത്തിക്കും. പിന്നെ ലോകത്തെ കർത്താവ് ഏറ്റെടുത്ത് ചെയ്തോളും. And the God will come back. വീണ്ടും നമുക്ക് ആ നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരാം. Look at to that star again. നമ്മുടെ നക്ഷത്രമായ ഉദയ നക്ഷത്രമായ യേശു ക്രിസ്തു. Our star is Jesus ആ Christ. ക്രിസ്തുവിനെ കണ്ട് സന്തോഷിക്കുക. We'll get rejoiced. നിങ്ങളുടെ ഇപ്പോഴത്തെ കസേരയോ പൊസിഷനോ ഈ പറഞ്ഞ പ്രതാപങ്ങളോ വെള്ള ഡ്രസ്സിന്റെ ഗ്ലേസിങ്ങോ ഇതിലൊന്നും അല്ല It is സന്തോഷിക്കാം. not about the chair, position, or a dress. നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ തന്ന, The God who has given His life അവന്റെ to the cross, അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തന്ന until the end of His blood ആ He has given us. ക്രിസ്തുവിലേക്ക് നമുക്ക് തിരിച്ചു വരാം. Come back to that Christ. അവനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. You come back to that അവന്റെ Christ. മുഖത്തേക്ക് നോക്കി പ്രകാശിതരായി Look at their face, they will not be ആ ashamed. നക്ഷത്രത്തെ കണ്ട് നമുക്ക് സന്തോഷിക്കാം. We can get rejoiced by looking at the star. താരമോദിച്ചിടും പൊന്നുഷസിൽ വിശുദ്ധരും വെളിപ്പെടും തേജസ്സിൽ. താരമോദിച്ചിടും പൊന്നുഷസിൽ വിശുദ്ധരും വെളിപ്പെടും തേജസ്സിൽ. ആസുദീനത്തിൽ നാം പ്രത്യാശയോടികെ പ്രിയനെ എതിരേൽപ്പാൻ ഒരുങ്ങി നിന്നിടാമേ. ആസുദീനത്തിൽ നൽ പ്രത്യാശയോടികെ പ്രിയനെ എതിരേൽപ്പാൻ ഒരുങ്ങി നിന്നിടാമേ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾക്കായി നമ്മുടെ ശലോം ശാന്തി എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന വീഡിയോ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവർക്ക് ഈ സന്ദേശം പ്രയോജനമാകുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം.